ഗോകുൽനാഥ്, ഗുഡ് ഈവനിംഗ്. ദേവസ്വം ബോർഡിന്റെ യോഗം പ്രത്യേക അജണ്ടയൊന്നും നിശ്ചയിക്കാതെയാണ് ചേർന്നത്. പ്രധാന വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളും തന്നെയാണോ? യോഗം ഇപ്പോഴും തുടരുകയാണോ? PS പ്രശാന്ത് പറഞ്ഞത് കേട്ടു. അതനുസരിച്ച് കുറെ കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് വന്ന പാളിച്ചകൾ അതും അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ദേവസ്വം ബോർഡിന്റെ ഇത്തരത്തിലുള്ള ഒരു യോഗം പൂർത്തീകരിച്ചിരിക്കുകയാണ്. മുൻപൊക്കെ തന്നെ അജണ്ട നിശ്ചയിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു യോഗം ദേവസ്വം ബോർഡ് കൂടുകയും തുടർന്ന് അജണ്ടകളുമായി മുൻപോട്ട് പോവുകയും അതാണ് തുടർന്ന് ഈ റിപ്പോർട്ടുകളായി പുറത്തിറക്കുകയും ചെയ്തത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തവണ യോഗമൊന്നും നിശ്ചയിക്കാതെയാണ് ഈ വിവാദ പശ്ചാത്തലത്തിലാണ് യോഗം കൂടിയത്. ഇന്നെന്തായാലും ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിമുഖ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഉദ്യോഗസ്ഥരെല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു സംയുക്ത യോഗത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയിലുണ്ടായിരുന്നത്. ആ ചർച്ചയിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുകളിലേക്ക് എല്ലാവിധ കുറ്റങ്ങളും ചാർത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് വിഷയത്തിൽ നിന്ന് കൈയൊഴിയുന്ന ഒരു നിലപാടാണ്. എന്താണോ അല്പം മുൻപ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അത് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആരോപിക്കുന്ന ഒരു വിഷയം. കാരണം ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് മാധ്യമങ്ങൾ വഴി ഉയർന്നു വരുന്നത്. അതേ ആരോപണങ്ങൾ പലപ്പോഴും ദേവസ്വം ബോർഡ് മുൻപും ഉന്നയിച്ചിരുന്നു. ദേവസ്വം ബോർഡിന് സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളുടെ ഒരു ആകത്തുകയാണ് ഇപ്പോൾ പുറത്ത് മാധ്യമങ്ങൾ വഴി വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ. എന്തായാലും ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളല്ല അന്വേഷിക്കേണ്ടത്, മറിച്ച് ഇത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കണം. അത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ദേവസ്വം ബോർഡ് എന്തായാലും ഈ പൂജ അവധിക്ക് ശേഷം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തുറക്കുന്ന പക്ഷം അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം പൂർണ്ണ തൃപ്തിയാണെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഗോകുൽനാഥാണ് തിരുവനന്തപുരത്ത് നിന്ന്.